കർത്താവിന് സ്തോത്രത്തിലൂടെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. പുതിയ മാസത്തിലെ ദിനമാണല്ലോ കർത്താവിന് സ്തോത്രം. ദൈവം നമുക്ക് ഓരോ നിമിഷങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഓരോ നിമിഷം എപ്പോഴും നാം ഓർമ്മിക്കാറുള്ളത് പോലെ നമ്മുടെ അകത്തോട്ട് വലിക്കുന്ന ശ്വാസപ്പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മുടെ കർത്താവ് കഴിഞ്ഞ ദിനങ്ങളൊക്കെ ആയിരങ്ങള് ക്ഷണത്തിലാണ് ലോകം മാറ്റുന്നത്. ആയിരങ്ങൾ ദൈവത്തിന് നമ്മളോടുള്ള ദൈവത്തോട് നന്ദിയോട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവത്തിന് നമ്മെ സഹായിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. ദൈവം നമുക്കുള്ള വാഗ്ദത്തം കർത്താവ് നൽകിയിട്ടുള്ള ദൈവമാണ്. പലപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാനുള്ള വചനം അവൻ നമുക്ക് നൽകുന്ന ബലമാണല്ലോ. യേശുക്രിസ്തുവിന് കിട്ടിയ ഒരു വെളിപ്പാടുകളുടെ പുസ്തകത്തിൽ അവസാനം യോഹന്നാൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 24 ഓർപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നൽകുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രതിഫലം നൽകുവാൻ കർത്താവിന്റെ പക്കലുണ്ട്. പ്രൈസ് ഗോഡ്. അതിനുമ്പ് ഓർമ്മിക്കുന്നില്ല, ഞാൻ വേഗം വരുന്ന ഓർമ്മിക്കുന്നത്. പ്രൈസ് ഗോഡ്. നന്ദിയോടെ സ്തോത്രം. നമ്മുടെ നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒത്തവണ്ണം നമുക്ക് പ്രതിഫലം നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്. മറ്റാരും പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഒരു പക്ഷേ വന്നേനെ. സ്തോത്രം. മറ്റാരും അല്ലത് വാക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അരുമനായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. പ്രൈസ് ഗോഡ്. അവന്റെ വാക്കുകൾ അത് ഉവ്വെന്ന് തന്നെയാണ്. വാഗ്ദത്തങ്ങൾ അത് ഉവ്വെന്ന് തന്നെയാണ്. പ്രൈസ് ഗോഡ്. അവൻ തക്ക പ്രതിഫലം നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനായി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാം. പ്രൈസ് ഗോഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവിനെ സ്തോത്രം. വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് എല്ലാം സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. വളരെ മാറ്റങ്ങൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. കർത്താവ് കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ മാറ്റങ്ങളല്ലേ. പലപ്പോഴും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ. പ്രൈസ് ഗോഡ്. ഞങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ കുഞ്ഞുങ്ങള്? പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ഈ കർത്താവ് പറഞ്ഞ പോലുള്ള പല റിവാർഡ്സ് ഒക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിൽ കുഞ്ഞുങ്ങളൊക്കെ വളരെ അച്ചടക്കോത്തരോടിരിക്കുന്നതിന് ഒന്നീ വല്ല ട്രോഫിയോ അല്ലെങ്കിൽ പോകുമ്പോൾ ഒരു പാക്കറ്റ് ചോക്ലേറ്റോ കൂടെ റിവാർഡ് കൂടെ പ്രഖ്യാപിച്ചാലേ പറ്റുള്ളൂ തോന്നുന്നു. സ്തോത്രം. അതൊരു പക്ഷേ അനുഗ്രഹത്തിന് കാരണമാകും, മാറ്റങ്ങൾക്ക് കാരണമാകും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ അന്നേരം നിങ്ങൾ ചിന്തിച്ചേക്കാം, നമുക്ക് ഇതിൽ വലിയ വാഗ്ദത്തം ചെയ്ത കർത്താവ് വലിയ പ്രതിഫലം നൽകിയിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മളെ തന്നെ നാം ഒന്ന് ചോദന ചെയ്യും കൂടെ ചെയ്യും. പ്രൈസ് ഗോഡ്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചില റിവാർഡുകൾ സൺഡേ സ്കൂളിന്റെ അധ്യാപകരൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, യു ഹാവ് ടു ഓഫർ ദം റിവാർഡ് ഇൻ ദ ക്ലാസ്. പ്രൈസ് ഗോഡ്. ടു ഗെറ്റ് എ വെരി ഡിസിപ്ലിൻഡ് അറ്റ്മോസ്ഫിയർ. നിങ്ങളുടെ ക്ലാസ്സിൽ അവർ സഹായത്തിന് വരുമ്പോഴേ, പ്രത്യേകിച്ച് ഇപ്പോൾ വർഷിപ്പ് സെഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കളക്റ്റീവായിട്ട് എഫോർട്ടുകളുണ്ട്. വളരെ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ വളരെ അച്ചടക്കത്തോടെ നമ്മുടെ മുതിർന്നവരെക്കാൾ അവർ മാതൃകയാകുന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ വരും ദിവസങ്ങളിൽ കാണുന്നുള്ളതിന് എനിക്ക് വളരെ ഒരു പ്രതീക്ഷയാണുള്ളത്. വളരെ വിശ്വാസത്തോടുകൂടി ആയിരിക്കുന്ന അവരെ കർത്താവ് അതിനായി സഹായിക്കുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കർത്താവ് നമ്മെ സഹായിക്കുന്നത്. 73 സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്കുകളൊക്കെ ആസാബിന്റെ സങ്കീർത്തനം നിന്ന് ഓർപ്പിക്കുന്നുണ്ട്. സംഗീതജ്ഞനായ ആസാബ് ദാവീദ് പെട്ടക യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം അതിനുള്ള ക്രമീകരണം ചെയ്യുമ്പോൾ തന്നെ സംഗീതജ്ഞരെ നിയമിച്ചു. 2-3 സംഗീതക്കാരെ ഹേമാൻ, ഏതാൻ, ആസാഫ് എന്നീ സംഗീതജ്ഞരെ നിയമിച്ചു എന്ന് കാണുന്നുണ്ട്. അതിനകത്ത് 3 സംഗീതക്കാരിൽ ഒരാളാണല്ലോ ആസാഫിന്റെ സങ്കീർത്തനങ്ങൾക്ക് വളരെ അനുഭവത്തോടുള്ള ബന്ധത്തില് വളരെ നമുക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ നമ്മൾ ദൈവസഭയ്ക്കും അനേകർക്കുള്ള ചിന്തകള്, ചോദ്യങ്ങള്, അതിനൊക്കെയുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ ജീവിതത്തിൽ അവൻ വളരെ ഭാരം തോന്നിയാണ് പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടാണ് എഴുതി തുടങ്ങുന്നത്. പ്രൈസ് ഗോഡ്. 2ാമത്തെ വാക്യങ്ങൾ മുതൽ വായിക്കുമ്പോൾ കാലുകള് ഏകദേശം ഇടറി, ഏറെക്കുറെ തന്റെ കാലടികൾ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം, അഹങ്കാരികളുടെ അസൂയ തോന്നി. അവർക്ക് യാതൊരു വേദനയുമില്ല, അവർ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ പോകുന്നു. വാക്യങ്ങൾ വളരെയേറെ ദുഷ്ടന്മാരുടെ ശ്രേഷ്ഠതകളൊക്കെ അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ കണ്ടപ്പോഴേ പ്രൈസ് ഗോഡ് ഇത് കണ്ട് വളരെ മനസ്സിനോട് തന്നെ ഭാരപ്പെട്ട് ചോദിക്കുമ്പോൾ പ്രൈസ് ഗോഡ് അങ്ങനെ ചോദ്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന
ആസാഫിനെ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെയും നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും നമ്മുടെയും ചിന്തകളൊക്കെ അങ്ങനെയൊക്കെ കടന്നു പോകാറുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ എന്നാല് പലപ്പോഴും നമ്മുടെ ചിന്തകൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 16ാമത്തെ വാക്യം. ഇതൊക്കെ വ്യാകുലപ്പെട്ടെങ്കിലും ഒടുവിൽ അദ്ദേഹവും വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് ഇവരുടെ അന്തം എന്താകും? വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് അവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. പലപ്പോഴും നാം നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പതറുമ്പോൾ, ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോകുമ്പോൾ എനിക്ക് ലഭിച്ചൊരു ചിന്ത എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് നടത്തിയിട്ടില്ലാത്ത പല വഴികളെ കുറിച്ചാണ് നമ്മുടെ ഭാരങ്ങൾ, ചിന്തകൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നമുക്ക് ആഗ്രഹിച്ച, നാം ചിന്തിച്ച പല സാഹചര്യങ്ങളിലൂടെ നാം ചിന്തിച്ചതിനൊത്തവണ്ണം കടന്നു പോകാൻ കഴിയാത്ത, കടന്നു പോയിട്ടില്ലാത്ത അങ്ങനെ ചില വളരെ നന്മകൾ ഒരു വലിയ കൂമ്പാര കൂട്ടം ഓർത്തുകൊണ്ടാണ് പലപ്പോഴും നാം ഭാരപ്പെടുന്നത്. നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുന്നത്. എന്നാല് ദേവാലയത്തിലേക്ക് കടന്നു വരും, വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരുമ്പോൾ വത്സല്യ സഹോദരി പ്രാർത്ഥനയോട് ഓർമ്മിച്ച പോലെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, നടത്തിയ വിധങ്ങൾ, നടത്തിയിട്ടില്ലാത്ത വിധങ്ങളല്ല ഓർമ്മിക്കുന്നത്. നടത്തിയിട്ടില്ലാത്തതിനെ കുറിച്ച് നാം ഭാരപ്പെടുകയല്ല, നടത്തിയ വിധങ്ങൾ ഓരോന്ന് ഓർക്കുമ്പോൾ അപ്പോൾ അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിൽക്കണം. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഹൃദയങ്ങളെ പകരുവാൻ കാരണമായി പ്രൈസ് ഗോഡ്. അവൻ ചെയ്തിട്ടുള്ള നന്മകൾ ഓർത്തുകൊണ്ട് പ്രൈസ് ഗോഡ്. അവൻ കഥാവ് നമ്മെ സഹായിക്കുന്നതിനായിട്ട് ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വന്ന് അവൻ നടത്തിയ വിധങ്ങളും നന്മകളും ഒക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ച് ഭക്തപ്പെടുത്തുവാൻ കാരണമായി ആരാധന നമ്മുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ നമ്മൾ ജ്ഞാനത്തിങ്കൽ തീ കത്തും. പ്രൈസ് ഗോഡ്. അവൻ ആരാധനയുള്ള വിടുതലുകൾ ലഭിക്കും. സ്തോത്രം ചെയ്തു. അവൻ കാലുകളിൽ ചങ്ങല ഉണ്ടായിട്ടും അവൻ പൗലോസിനും ശീലാസിനും അതൊന്നും വിഷയമില്ലായിട്ടും അവർ പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ പ്രൈസ് ഗോഡ് അവരുടെ ഹൃദയങ്ങളെ ദൈവത്തെ അവർ ഏകാഗ്രമാക്കി ഹൃദയങ്ങൾ ദൈവത്തെല്ലാം തകർന്നപ്പോൾ നാം കാണുന്നുണ്ട് അവരുടെ കാലിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. സ്തോത്രം. പ്രൈസ് ഗോഡ്. അവിടെ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി, അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായത്. ഇന്ന് ഈ രാത്രി സമയം നാം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ പകരുകയും നാം ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ് പല ചങ്ങലകളും മാറുവാൻ കാരണമാകും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായിട്ട് പ്രൈസ് ഗോഡ്. നമ്മളോട് കൃത്യമായിട്ട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. ജീവിതത്തിലെ പ്രയാസങ്ങളുമായിട്ട് ദൈവപാദത്തിൽ കടന്നു വന്നിരുന്നവരെ തങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില അനുഭവങ്ങളുടെ ദുഃഖ അവസ്ഥ കൊണ്ട് ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ പാദപ്പെടുത്തലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഹൃദ്യമായി നമ്മോട് സംസാരിക്കും. അവൻ പിന്നത്തേതിൽ നമ്മെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന കർത്താവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കും, നമ്മെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആലോചന നമുക്ക് നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നാം പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു വിഷയമാകുന്നു വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ നിൽക്കണം. വിശുദ്ധ മന്ദിരത്തിൽ ആരാധന ഉയരണം. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്തു. അവൻ 24 മണിക്കൂറും അവൻ ആരാധന ധൂപ വർഗം ഉയർന്നുകൊണ്ടിരുന്നെങ്കിൽ ഹല്ലേലൂയ യാഗപീഠത്തില് ധൂപവർഗം കത്തിക്കൊണ്ടിരുന്നെങ്കിൽ എപ്പോഴും സ്തുതി സ്തോത്രങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അവരവല്ലെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അത് മഹത്വം കൊടുക്കണമെങ്കിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കണം. നമ്മെ തന്നെ ഒന്ന് ശാന്തമാക്കുവാൻ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുവാൻ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അന്തർഭാഗത്ത് സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് പ്രൈസ് ഗോഡ്. കർത്താവിനോട് ദൈവത്തിന്റെ പ്രവൃത്തിയും അവൻ വെളിപ്പെടുത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. 173-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ 2-3 വാക്യങ്ങൾ വായിക്കുന്നത്. 2 വാക്യങ്ങൾ. 28-ാമത്തെ വാക്യം.
23-ാമത്തെ വാക്കുകൾ വായിച്ചോളൂ. ഞാൻ എപ്പോഴും നിന്നെ അടുക്കിലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കി. കർത്താവിനോട് അടുത്തിരിക്കുന്ന എനിക്ക് ഓർമ്മിക്കാനുള്ള ഒരു വിഷയം മറ്റൊന്നുമല്ല, ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ കർത്താവിനോട് അടുത്തിരിക്കുന്ന അനുഭവം. എത്രമാത്രം അടുത്തിരിക്കാൻ കഴിഞ്ഞു. കർത്താവിനെ ഓർമ്മിച്ച ആ സമയത്ത് ആ ശിഷ്യന്മാരെ കുറിച്ച് ഓർമ്മിച്ചപ്പോൾ പറഞ്ഞു, യോഹന്നാൻ എപ്പോഴും മാർവോട് ഞാൻ അടുത്തിരിക്കുക. അവൻ യോഹന്നാൻ മാർവോട് അടുത്തിരിക്കുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എപ്പോഴും യേശുവിനോട് അവൻ പല കാര്യങ്ങൾക്ക് മറ്റു ശിഷ്യന്മാരെല്ലാം കൂടെ പോകുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ഞാന് എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയുണ്ടായി, പ്രൈസ് ഗോഡ്, എന്തുകൊണ്ട് ഈ മറ്റ് ശിഷ്യന്മാർക്കുള്ള അവസരം ലഭിക്കുന്നില്ല? പ്രൈസ് ഗോഡ്. മറ്റുള്ളവരുന്ന അവൻ ഇത്രമാത്രം അടുത്തിരിക്കുവാൻ അവൻ കഴിയുന്നില്ല. സ്തോത്രം. പത്രോസ് തന്നെ ചില കാര്യങ്ങൾ യോഹന്നാനോട് ചോദിച്ചിട്ട് യേശുവിനോട് ചോദിക്കുന്നതായിട്ട് കാണുന്നു. ചോദിച്ചു നോക്കല്ലേ, പലതിന്റെയും ഉത്തരം ചോദിക്കാനുമായിട്ട് പത്രോസ് യോഹന്നാനോട് പറഞ്ഞിട്ട് യോഹന്നാന് അവൻ യേശുവിനോട് ചോദിക്കുന്നതായിട്ട് കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനോട് വളരെ അടുത്തിരിക്കുന്ന യോഹന്നാനെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ഗോഡ്. അവൻ ദൈവങ്ങളെ നമ്മുടെ ഇവിടെ ഈ അടുത്തിരിക്കുന്ന അനുഭവങ്ങൾ, പ്രൈസ് ഗോഡ്, ഇത്ര അടുത്ത് പോയി ഇരിക്കണമെങ്കിലും നമുക്ക് അത്രമാത്രം ഒരു ഇന്റിമസിയിലേക്ക് അടുത്ത് പോയിരിക്കുന്നു. എന്തിനും നമ്മുടെ സഹായത്തിൽ തന്നെ നാം ഇരിക്കുന്ന സീറ്റുകൾ നോക്കുമ്പോഴല്ലേ, സ്തോത്രം, പ്രൈസ് ഗോഡ്, നാം സീറ്റുകൾ മാറി മാറി ഇരിക്കാറില്ല. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. സീറ്റുകൾ പറ്റുമെങ്കിൽ ഇടത്തൊരാളെ വലത്തൊരാളെ പിടിച്ചിട്ട് പ്രൈസ് ഗോഡ്. നമുക്ക് സൗകര്യമായിട്ടുള്ള 1-2 പേരെങ്കിലും അവനടുത്ത് കരുതുവാൻ ശ്രമിക്കും. ഇപ്പോഴും നല്ല കാര്യം, നല്ല കാര്യം. യേശുക്രിസ്തുവിനോട് അടുത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ കാര്യം ചിന്തിക്കുമ്പോൾ നല്ല കാര്യമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ നല്ല കാര്യം എന്തിനാണെന്നോട് പറഞ്ഞു നിർത്താം. പ്രൈസ് ഗോഡ്. യേശുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുവാനാണ്. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കുന്ന ആളിനോട് ചോദിക്കുവാനല്ല, യേശുവിനോട് ചോദിക്കുവാൻ. പ്രൈസ് ഗോഡ്. യോഹന്നാൻ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു പല കാര്യങ്ങൾ അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടി ചോദിച്ചുകൊണ്ടിരുന്നു. അതുപോലെ യോഹന്നാനെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പത്രോസ്. പ്രൈസ് ഗോഡ്. ഈ അടുത്തിരിക്കുന്ന അതുപോലെ ഉത്സാഹിപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. യേശു ക്രിസ്തുവിനോട് ചോദിക്കുവാൻ വല്ല കാര്യങ്ങളും ഉത്സാഹിപ്പിക്കുവാനാണെങ്കിൽ അത് നല്ല ഒരു പ്രോത്സാഹനം കൊടുക്കുന്നില്ലേ. നമ്മുടെ യേശു ക്രിസ്തു പറഞ്ഞാൽ എപ്പോഴും ഈ ഓൾവേസ് തന്നെ എൻകറേജ് ചെയ്യുന്നതാണ്. ഈ തന്നെ എൻകറേജ് അല്ലേ, നമ്മളെ എൻകറേജ് ചെയ്യുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ഗോഡ്. എപ്പോഴും ഉത്സാഹിപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ. അപ്പോൾ അടുത്തിരിക്കുന്ന നല്ലതാ. ഞാൻ അതിലേക്കാണ് പോകുന്നത്. അടുത്തിരിക്കുന്ന നല്ലതാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ ആരുടെയൊക്കെ അടുത്തിരിക്കുന്നതാണ് നല്ലത്? സ്തോത്രം. അവൻ അടുത്തിരിക്കുന്നവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസ് ഗോഡ്. അതൊക്കെ അവൻ നമ്മൾ ചിന്തിക്കുന്ന നല്ലതായിരിക്കും. യാക്കോബ് അപ്പോസ്തലന്റെ ഒരു വാക്കുകൂടെ വായിച്ച് നമുക്ക് അതിലേക്ക് കടന്നു വരാം. 4:8 യാക്കോബ് അപ്പോസ്തലന് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ആരോട് നാം അടുത്തിരിക്കണം? പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇഷ്ടം ദൈവം വളരെ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മളോട് അടുത്ത് വരുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തവർ. നമ്മുടെ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്ന, വളരെ ആഗ്രഹത്തോടു കൂടിയായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മാതൃകത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ അടുത്ത് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. അതിന് മുമ്പ് യാക്കോബ് അപ്പോസ്തലനെ ഓർപ്പിക്കുന്നത് നിങ്ങൾ 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. ചിലതിനെ വിട്ട് ഓടുകയും വേണം, ചിലത് നമ്മുടെ അടുത്ത് വരികയും വേണം. അത് രണ്ടും കൂടെ നടക്കുന്നില്ല. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പീൻ, അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ അടുത്ത കാര്യം അവൻ വ്യക്തമായിട്ട് സംഭവിക്കാന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ, അവനെ വിട്ടിട്ട് നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, ദൈവത്തോട് അടുത്ത് വരുവിൻ. പ്രൈസ് ഗോഡ്. കാരണം എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നോ അത്രമാത്രം ഈ ലോകത്തിന്റെ ആകർഷണവും ലോകത്തോടുള്ള ആകർഷണവും നമ്മളെ വിട്ടുപോകും. നിങ്ങളൊക്കെ സയൻസ് പഠിക്കുന്നതല്ലേ? പ്രൈസ് ഗോഡ്. അതെ, ഈ ഓപ്പോസിറ്റ് പോൾ അട്രാക്ട് അല്ലേ, നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യും. നോർത്ത് ആണെങ്കിൽ റിപ്പിൾ ആയിരിക്കും അല്ലേ, അത് പരസ്പരം ആകർഷിക്കാൻ ഒഴിഞ്ഞു പോകുന്ന പോലെ. പ്രൈസ് ഗോഡ്. ഇവിടെ നാം എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നു,
എത്രമാത്രം നമുക്ക് അടുത്തു വരുവാൻ കഴിയുമോ അത്രത്തോളം ലോകത്തിന്റെ സ്വഭാവം, ലോകത്തിന്റെ താല്പര്യം, ലോകത്തിന്റെ ഇഷ്ടം നമ്മളിവിടെ കണ്ടു. നമ്മളിൽ നിന്ന് അകന്നു പോകും. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. നാം എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവപാദത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രം ലോകം നമ്മെ വിട്ട് കണ്ടു. ലോകവും അതിലുള്ള സകല മോഹവും കാരണം ആത്മാഭിലാഷവും ജഡാഭിലാഷവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. ജഡാഭിലാഷവും ആത്മാഭിലാഷവും അത് വ്യത്യസ്തമാകുന്നത് ശത്രുത്വമാകുന്നു. ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാൻ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാനുണ്ട്. എന്നാൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്ത വിഷയമാണ് നിങ്ങൾ പിശാചിനെ വിട്ട് ഓടിപ്പോകുകയും നിങ്ങൾ ദൈവത്തോട് അടുത്തു വരുകയും. എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. നിങ്ങൾ ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയുന്നുവെങ്കിൽ സ്തോത്രം, ലോകം നമ്മെ വിട്ട് ഓടിപ്പോകും. ലോകത്തിന്റെ സ്വഭാവങ്ങൾ നമ്മെ വിട്ട് ഓടിപ്പോകും. ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മെ വിട്ട് മാറിപ്പോകും. കാരണം എപ്പോഴും ദൈവത്തോടുള്ള ആഗ്രഹം, ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള ആഗ്രഹം, കൂട്ടായ്മകൾ കടന്നു വരുവാനുള്ള ആഗ്രഹം, ദൈവപരമായിട്ടിരിക്കുവാനുള്ള ആഗ്രഹം, എപ്പോഴും കർത്താവിനോട് കടന്നു വരുവാനുള്ള ആഗ്രഹം സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ മറിയ കർത്താവിന്റെ തൃക്കാൽക്കലിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം മാർത്ത വളരെ പരാതിയോടല്ലേ കടന്നു വന്നത്. വളരെ പരാതിയോടെ യേശുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, പരാതിയുമായിട്ട് കടന്നു വന്നല്ലേ അത് പറഞ്ഞു. എന്നെ കുറിച്ച് യാതൊരു വിചാരവുമില്ലാതെ അവൻ. അപ്പോൾ എന്നാലേ യേശുക്രിസ്തുവിന്റെ മറുപടി സ്തോത്രം, മറിയ അവൾ നല്ല അംശം തെരഞ്ഞെടുക്കുന്നു. അല്പമേ വേണ്ടു, ഒന്നു മതി. അവൾ നല്ല അംശം തെരഞ്ഞെടുക്കുക. എന്തോ കർത്താവിന്റെ പാദമിടം, യേശുക്രിസ്തുവിനോട് അടുത്തിരിപ്പാൻ. യേശുക്രിസ്തുവിനോട് അടുത്തിരുന്നു കഴിഞ്ഞാൽ അവർ കർത്താവിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തെ പ്രാപിപ്പാൻ. സ്തോത്രം. പിന്നെ നാം കണ്ടതുപോലെ കർത്താവിനോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ സ്തോത്രം പിശാച് വിട്ട് ഓടി പോകും. പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ ഓടിക്കേണ്ട കാര്യം വരുന്നില്ല. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് അവൻ ആരെങ്കിലും വിളിച്ചു ഓടിപ്പിക്കേണ്ട കാര്യവും വരുന്നില്ല. പ്രൈസ് ഗോഡ്. അത് വിട്ട ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക അവൻ കാര്യങ്ങൾ ലഭിച്ചവരെ വിളിച്ച് അവൻ ഇതിനെ ഓടിക്കാൻ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഇത് ഓടിപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കോംപ്രമൈസ് ഇല്ലെങ്കിൽ ഹല്ലേലൂയ. നാം അതേ വിട്ട് ഓടിപ്പോയാൽ അത് നമ്മെ വിട്ട് ഓടിപ്പോകും. നാം അടുത്തിരിക്കുന്ന ആരോടെ ആയിരിക്കും. പ്രൈസ് ഗോഡ്. കാരണം നാം അധിക സമ്പർക്കം തുടങ്ങി വളരെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഓടിപ്പോകും? ആരെങ്കിലും ഒന്ന് ഓടിക്കുവാൻ ശ്രമിച്ചാലും പോകത്തില്ല. പ്രൈസ് ഗോഡ്. അത് പിന്നെ പോകുമ്പോൾ ഒരുമിച്ച് പോകാമെന്ന് പറയല്ലേ. പ്രൈസ് ഗോഡ്. നമ്മൾ ഒരുമിച്ച് തന്നെ ആയിക്കോട്ടെ. ഒരുമിച്ചല്ലേ എത്ര നാൾ ഇരുന്നത്? ഒരുമിച്ചല്ലേ നാം അത് കണ്ടുകൊണ്ടിരുന്നത്? ഒരുമിച്ചല്ലേ എവിടെയൊക്കെ പൊക്കോണ്ടിരുന്നത്? പ്രൈസ് ഗോഡ്. എന്നാൽ പിന്നെ ഒരുമിച്ച് തന്നെ ആയിക്കോട്ടെ. ദൈവത്തോടെ തോന്നിയിരുന്നു. ദൈവങ്ങളെ, ഞാൻ എന്റെ ദൈവരക്ഷയെ അവസാനിപ്പിക്കുമ്പോൾ ഓർപ്പിക്കുന്ന വിഷയം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഓർപ്പിക്കുന്ന പോലെ നമുക്ക് ഒരു തീരുമാനത്തോടെ ദൈവത്തോടെ അടുത്തിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. സങ്കീർത്തനം 63:8 പറയുന്നത്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അടുത്തിരുന്ന് കഴിഞ്ഞാൽ സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളില് വലത് കൈയിലെ പിടിച്ച് പോവാൻ ശ്രമിക്കുന്ന അവരെ കൈയെ മുറുക്കെ പിടിച്ച് പോകുന്ന പോലെ, കുഞ്ഞൊരു നമ്മുടെ കയ്യില് വളരെ ക്ലോസ് ആയിട്ട് പിടിച്ച് യാത്ര ചെയ്യുന്ന പോലെ അവൻ എന്റെ വലം കൈക്ക് പിടിച്ചിരുന്നു എന്ന് സങ്കീർത്തനം 63 പറയുമ്പോൾ നാം അടുത്തിരുന്ന് കഴിഞ്ഞാൽ അവൻ നമ്മുടെ വലം കൈക്കൂടെ പിരിക്കും. അവൻ നമ്മെ വഴിനടത്തും. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മെ സഹായിക്കും, നമ്മെ ശക്തീകരിക്കും. ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. അവൻ നമ്മെ ആലോചനയാൽ വഴിനടത്തും. ഓർപ്പിക്കുന്ന ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ ഉയർക്കത്തെന്ന് പറയുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പാദവത്തിലായിരിക്കുന്ന നാമായിരിക്കുന്നു. സൗരന്മാരെ അവൻ വിവാഹവും ഉഭയസമ്മതവും ഉടമ്പടി നൽകുമ്പോൾ വലം കൈ കൂട്ടിയാ യോജിപ്പിക്കുന്നതിനെ വലം കൈയിലാണ് ചെയ്യുന്നത്. അവൻ വലം കൈ ടു വലം കൈ തമ്മിൽ കൊണ്ടുപോയി വളരെ സുദൃഢമായ അല്ലെ. പ്രൈസ് ഗോഡ്. അവൻ അത് മരണത്തോളം അവൻ കൂടെ ഇരിപ്പാനെ കൂടെ ഏൽപ്പിച്ചാൽ പ്രൈസ് ഗോഡ്. അവൻ ഉടമ്പടിയോടെ. അതുപോലെ തന്നെ കർത്താവിന്റെ വലം കൈ നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നു, നമ്മുടെ കൈകൾ പിടിച്ചിരിക്കുന്ന ഉടമ്പടിയാണ്. സ്തോത്രം. ദൈവത്തോടെ അടുത്തിരിക്കുന്നത് നമുക്ക് നല്ലത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അവൻ നാം
പിശാചിനെ വിട്ട് ഓടിപ്പോയാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. നമുക്ക് കർത്താവിനോട് അടുത്തു വരാം. അവൻ നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഈ അടുത്തിരുന്ന് കഴിഞ്ഞാൽ വളരെ വളരെ ക്ലോസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ദൈവാദപത്തിലെ മനസ്സിൽ ഭാരപ്പെട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാരങ്ങളെ ദൈവത്തിൽ ഇറക്കി വെച്ചാട്ട് നമ്മുടെ അടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, അവൻ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന നമ്മുടെ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഭയപ്പെടാനുള്ള ദൈവത്തിന്റെ ശബ്ദത്തിൽ നമ്മെ ശക്തീകരിക്കുന്ന കർത്താവാണ് നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. അത് നമ്മെ തകർക്കുവാനല്ല, നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. നമ്മുടെ കരങ്ങള് മുറുകെ ദൈവത്തിൽ പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രകാശിക്കുക. നമുക്ക് കൂടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. സ്തോത്രം. നമ്മെ ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് കൂടി പ്രവർത്തിപ്പാൻ നിൽക്കണം. നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. പക്ഷെ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഒരു കാര്യം നാം ഉറപ്പ് പ്രാപിച്ചോണം, നമ്മുടെ അടുത്തിരിക്കുന്നത് ദൈവമാണ്. നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നത് ദൈവമാണ്. നമുക്ക് കർത്താവിനോട് അടുത്തു വരാൻ തീരുമാനത്തോടെ യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മിക്കുന്ന പോലെ അവൻ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകട്ടെ. കർത്താവിനോട് നമുക്ക് അവിടുത്തെ ജീവിതങ്ങളായിട്ട് അവരുടെ സാമീപ്യത്തിൽ അവരോട് അടുത്ത് വന്നുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിപ്പാൻ നിൽക്കണം. അവൻ അത്ര അവൻ ഒരു അടുത്ത ഇന്റിമസി ദൈവമായിട്ട് അടുത്ത് വന്നുകൊണ്ട് പ്രശ്നം അതിന് പ്രകാരം ജീവിപ്പാൻ കർത്താവിനെ അവരെ സഹായിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വിരമിക്കുന്നു. ഒരു പ്രാർത്ഥനാ വിഷയം ഞാൻ ഓർമ്മിക്കുന്ന ദൈവത്തെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആകുന്നുവല്ലോ അങ്കമാലിലെ ചർച്ചിന്റെ ഹാളിന്റെ പണിയുടെ കാര്യങ്ങള്, ചർച്ചിന്റെ കാര്യങ്ങള്, ദൈവങ്ങളെ വളരെ കൈ തുറന്ന് നിങ്ങൾ അതിനുവേണ്ടി ഹൃദയവും കൈയും തുറന്നതിന് വേണ്ടി സംഭാവന കൊടുത്തവരുണ്ട്. ദൈവവേലയ്ക്ക് ചുമൽ കൊടുത്തവരുണ്ട്. സ്തോത്രപ്രേരിക്കോട്. അതുകൊണ്ട് ദൈവകൃപയാൽ അതിന്റെ പൂർത്തീകരണം ആയിട്ടുണ്ട്. 9-ാം തീയതി, മെയ് 9-ാം തീയതി ആ ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 9-ാം തീയതി, മെയ് 9-ാം തീയതി ചർച്ചിന്റെ ഡെഡിക്കേഷനാണ്. ദൈവമക്കള് അതിനുവേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുകയും സാവകാശം കിട്ടുന്നവരൊക്കെ അതിന് കടന്നുപോയി സംബന്ധിക്കുകയും ചെയ്യുന്ന ദൈവനാമത്തിൽ ഓർമ്മിക്കുന്ന ക്ഷണം ഉണ്ട്. ഞാനും ദൈവസഭയെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. കടന്നുപോയി അനുഗ്രഹം പ്രാപിക്കണം. ആ ദേശത്തെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് വക്കോളി എന്നുള്ള സ്ഥലത്തെ ബേസ്മെന്റ് വർക്ക് നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദൈവങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിച്ച പോലെ ദൈവം ആർക്കും കടക്കാരനല്ല, നമുക്ക് പ്രതിഫലം നൽകുന്ന ദൈവമാണ്. നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന ഒരു കർത്താവ് തന്നെയാണ്. കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി അവർ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുള്ളത് കർത്താവ് മാനിച്ചിട്ടുണ്ട്. പൂർവ്വ പിതാക്കന്മാരെ അവർക്ക് അങ്ങനെ മാനിച്ച ചരിത്രമാണ് തിരിഞ്ഞു നോക്കുമ്പോഴുള്ളത്. അങ്ങനെയാണെങ്കിൽ നാമം ചെയ്താൽ കഴിഞ്ഞ ദിവസം നിവാസം ഓർമ്മിച്ച പോലെ ആ പിതാക്കന്മാർ ചെയ്തതിന്റെ നന്മകൾ നാം അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഭവിപ്പാൻ ദൈവം സഹായിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ആശ്രയിക്കുക. ദൈവങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തെ സഹായിക്കുന്നതിനോടുള്ള മുന്നിൽ അടുത്ത വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ നാട്ടിലേക്ക് കടന്നു പോകുന്നുണ്ട്. 2-3 ദിവസത്തേക്ക് പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം സഹായിക്കും.